അപ്പോൾ ഗായ്സ് എമ്മമ്മൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും തന്നെ സ്വാഗതം. നമ്മളിന്ന് ഫാമത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ചോദിച്ചിട്ട് ഫാമത്തെ വീഡിയോസ് എന്തായിട്ടത് ഞാൻ പറഞ്ഞല്ലോ. ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിനായിട്ട് ഞാൻ വേറെ ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ മുതൽ ഇപ്പോൾ ബസ്സിൻ്റെ കാര്യങ്ങൾ GTA 5 ഞാൻ PC സെറ്റപ്പിൻ്റെ GTA 5 കളിക്കുന്നത് ഞാൻ അതൊക്കെയാണ് കേട്ടോ ഇനി മുതൽ ഇതിൽ ഞാൻ ഇടുക. അപ്പോൾ ഞാൻ ഫാം പറയാൻ മറന്നുപോയി. ഫാമിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിട്ട് ഒരു ചാനൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേരാണ് ദ MMR എന്നടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കിട്ടും. ഫാമിൻ്റെ മാത്രമേ അതിൽ വിടുള്ളൂ. അഥവാ ഈ ചാനലൊക്കെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ കയ്യിൽ ഈ വീഡിയോസും കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്നിട്ട് ഫാമിൻ്റെ കുറച്ച് വീഡിയോസാണ്, ലോങ് വീഡിയോ ആണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് ഈ അരമണിക്കൂറിൻ്റെ വീഡിയോയും 1 മണിക്കൂറിൻ്റെ വീഡിയോ. അരമണിക്കൂറിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2 വീഡിയോ എങ്കിലും വരും. 1 മണിക്കൂറിൻ്റെ വീഡിയോയിൽ ആഴ്ചയിൽ ഒറ്റ വീഡിയോയെ വരത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ ഫാമിലേക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ഫാമിൽ തന്നെ ഉണ്ടായ എരുമയുടെ കുട്ടി ഇതാക്കണേ മാണിക്കകർത്ത പോത്തുകുട്ടി കേട്ടോ. മാണിക്കകർത്ത നമ്മളെ പുഷ്പു വെക്കണം അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ പോത്തുകുട്ടിയൊക്കെ പല മരുന്നൊക്കെ കൊടുക്കലുണ്ടോ? അത് കൊടുക്കുന്നുണ്ട് പേസ്. പോത്തുകുട്ടിക്ക് കൊടുക്കുന്ന മരുന്നാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് പോത്തുകുട്ടിക്ക് കൊടുക്കുന്ന മരുന്ന്. ഇതെന്തൊക്കെ മഞ്ഞളൊക്കെ അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മരുന്നാണ്. അതെന്തൊക്കെയാണ് അരച്ചിട്ടുള്ളത് എന്ന് ഇപ്പച്ചി വന്നിട്ട് ഞാൻ പറയാണ്ട്. ഇപ്പൊക്കെ അറിയുള്ളൂ. പിന്നെ പൈക്കൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ എന്താണ് ഫുഡ് കൊടുക്കരുത് ഞാൻ മനസ്സിലാട്ടോ. ഓക്കെ, ഇതാണ് കാൽസ്യം, അതും കൊടുക്കും. പിന്നെ ഈ അമൃതപ്പൊടികളുണ്ടാവില്ലേ അതും കൊടുക്കട്ടോ. അതാണ് ഇതൊക്കെ ഈ ചുണക്കുട്ടന്മാരൊക്കെ നല്ല ചുണക്കുട്ടന്മാരായി നിൽക്കുന്നത്. അവിടെ പോയി 2 ചുണക്കുട്ടന്മാർ അവിടെയും നിൽക്കുന്നുണ്ട്. പുഷ്പ വാട്ട് യുവർ പ്രോബ്ലം? ഓടാൻ പോണില്ലെന്ന് എന്നിട്ട് ഞങ്ങൾ ഓടും കേട്ടോ. ഇവിടുന്ന് നേരെ മിലുവിനെ കണ്ടുണ്ടെങ്കിൽ അങ്ങനെ മിലു നിൽക്കണം അപ്പട്ടം വരെ ഓടും കേട്ടോ. അപ്പോൾ ഫോണിന് ചെറിയൊരു ബ്രള്ളിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മളത് അങ്ങനെയാണ്. അപ്പോൾ മാണിക്കുന്നത് പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് കമ്മി മാണിക്കലും പുഷ്പൂത അവിടെ നിൽക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് പശുക്കളെ പുറത്ത് വെച്ച് 2 പശുക്കളെ കാണാം. അങ്ങനെ ഒരു പശു ആക്കണം അപ്പട്ടെ നിൽക്കുന്നു. ഈ പശുവിന് ക്ലിയർ ആയിട്ട് എടുത്ത് പോയിട്ട് കാണിച്ചിട്ട. ഈ പശു 2 മാസം ചെനയിലാട്ടോ. നല്ല പശുവാണ്, കൊടുക്കാനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇത് വിൽക്കാനല്ല കേട്ടോ. നല്ല കാലകരൊക്കെ ഉള്ള പശു, അതും അത്യാവശ്യം കാലകരമുണ്ട്. മിലുവിനെ കാണിച്ചു അതായത് മാണിക്കൻ നമ്മളെയും തപ്പി വന്നിട്ടുണ്ട് ഗൈസ്. മാണിക്കൻ നമ്മളെയും തപ്പി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പോവാം. മാണിക്കപ്പെടെ എൻ്റെ വരുന്നുണ്ട്. അടുത്ത ആൾ ഹൈക്കട വരുന്നത്. പുഷ്പോ മാണിക്ക കമ്മിങ് എന്തേടാ എന്തേറ്റി മക്കൾക്ക് എന്തേടാ ചുണക്കുട്ട. എല്ലാവരും ചോദിച്ചാൽ നമ്മളെ കിണറ്റിൽ നമ്മൾ കുറച്ച് മീൻസുകളെ റെഡി ചെയ്യുന്നു. അറ്റങ്ങൾ എന്തായി ഉച്ചുണ്ടാക്കാലെ പോയപ്പോഴും കാണിച്ചു തരാം. ഉച്ചുണ്ടാക്കാലെ പോട്ട് കുറച്ചിനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ പറ്റണില്ല അറിയണല്ലോ. നമ്മൾ വരാലവിടെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലുണ്ട് കേട്ടോ. ഒക്കെ അടിയിൽ പോയിട്ടുണ്ട്. അടിയിലാണ് തോന്നിയിട്ടുള്ളത്. വരാളിപ്പോൾ വെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗപ്പിനിടാൻ വേണ്ടി നമ്മളൊരു പോണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. ആ പോണ്ട് കാണിച്ചിടാം ഗസ്. ഹലോ മാണിക്ക് മറത്തേക്ക് വന്നിട്ടോ ഓടി. ഓക്കെ, ഇതാണ് പോണ്ട് പറഞ്ഞത്. കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും. പിന്നെ ഈ പൈപ്പ് പോലെ എന്താ ചെയ്തേക്കണ് പറയാൻ എല്ലാവരും പൈപ്പ് നമുക്ക് മെയിനാക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതിൽ കൂടെ എക്സിറ്റ് ആകാം കേട്ടോ. ഇത് കാണുന്നുണ്ടോ അറിയില്ല. ഇതിൽ കൂടെ എക്സിറ്റ് ആകാം. പിന്നെ ഇതിൽ കൂടെ മെയിനാക്കി കയറിയിട്ട് ഇതിൽ കൂടി എക്സിറ്റ് ആകാം കേട്ടോ. എക്സിറ്റ് ആകാം. ഇത് ഒരു ഇതാണ്
പോണ്ട്. ഇതിൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന മീൻസ് നിങ്ങൾ പറയാം. നമുക്ക് വളർത്താം. ഞാൻ കുറച്ച് മീനുകളുടെ പേര് പറയാം. അതിൽ കൂടുതൽ കമൻറ്റ് ചെയ്യണ മീനേക്കാണ് നമ്മളിതിൽ വളർത്താൻ പോകുന്നത്. 2 മീനുകളാണ്. ഒന്ന് ഗപ്പിയും പിന്നെ ഒന്ന് വേറെ മറ്റേത് ഗപ്പി സാരിവല. ഗപ്പിയുടെ സാധാ ഗപ്പിയും സാരിവല, ഇതിലേതെങ്കിലും ഒന്നിനെ കാരണം നമ്മളിതിൽ വളർത്തുക. ജോഡി വേണ്ടേന്ന് ഒന്നും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇപ്പച്ചി നമ്മളെ പശുപ്പാലും എരുമപ്പാലൊക്കെ ഇതാക്കണേ കൊണ്ടേ കൊടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പുതിയ എടുത്തൊരു സ്കൂട്ടിയാണ്. അപ്പോൾ എരുമപ്പാലും പശുപ്പാലും നമ്മൾ വേറെ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക് മാണിക്കിന് ഓടുന്നത് കണ്ട കേസ്. മാണിക്കിന് ഓടുകയാണ്. അതാക്കും വരുന്നത് ഇവിടെ വരുന്നുണ്ട് മാണിക്ക. ഓ ഗൈസ്, മാണിക്കിന് മറ്റേ തട്ടി കേസ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടോ എനിക്കറിയില്ല. ഈ പശു തട്ടി കേസ് 2 മാസം വെച്ചാൽ എല്ലാ പശു തട്ടി ഗൈസ്. മാണിക്ക ചോദിച്ചു വെള്ളപ്പൈന് പാല് തന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പച്ചിനോട് നമുക്ക് ചോദിക്കാം. ഇപ്പച്ചി എന്താ ഇപ്പോൾ മാണിക്കിന് കൊടുക്കുന്ന മറ്റേ മരുന്നുണ്ടാക്കില്ലേ, അതിലെന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? മഞ്ഞൾപ്പൊടി പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും അരച്ചിക്കാണ്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. പോത്തുകുട്ടിയൊക്കെ നല്ലതല്ലേ? അത് എന്തിനാണ് കൊടുക്കണത് ശരിക്ക്? പള്ളൻ്റെ ഒക്കെ സൂക്കണ് മാറാനോ? അത് പൈക്കുട്ടിയൊക്കെ കൊടുക്കില്ലല്ലോ. അപ്പോൾ പോത്തുകുട്ടിയൊക്കെ കൊടുക്കണേ. അപ്പോൾ ഈ എരുമൻ്റെ ഒക്കെ തലയിലുണ്ടാകണം ആ പേനൊക്കെ അല്ലേ? ആ പേനൊക്കെ നമ്മൾ കളയാനായിട്ട് എന്ത് മരുന്നാണ് യൂസ് ചെയ്യുക? ആ പേനൊക്കെ പോകാനായിട്ട് നമ്മൾ ഉണ്ണിൻ്റെ മരുന്നോ? ഓക്കെ, ഉണ്ണിൻ്റെ മരുന്നാണല്ലോ അതൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യാം. അതൊക്കെ ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ തരുന്നതുണ്ട്. ഇവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാനും കിട്ടും. ഇവിടെ ഇരുമ്പതാക്കി ഇവിടെ നിൽക്കുന്ന കിടില ഷടുമാ ഒക്കെ എല്ലാം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ മാണിക്കനും പുഷ്പം ഉണ്ടോ നമ്മുടെ ഇത് ടൈം കൊണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു വലിയ പോണ്ട് റെഡി ചെയ്യുക, നിങ്ങളും വലുതൊന്ന് റെഡിയാക്കി കൂടെ. നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഈ പോണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പോണ്ടിൽ പറഞ്ഞാൽ മീനുകളെ സെറ്റ് ചെയ്യാം. വലിയ പോണ്ട് റെഡിയാക്കാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ് വലിയ പോണ്ട് റെഡിയാക്കുക. വലിയ പോണ്ട് വെച്ചാൽ ചെറിയ മീനുകളൊക്കെ ഇടണം. ഒരു ചെറിയ പോണ്ടാട്ടോ എന്ന് പറയണില്ല. പിന്നെ വേറെ പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ പൊസിഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് ഞാൻ മിക്കവാറും ഒരു മോസ്റ്റർ ഫിഷിങ് അതിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാക്കും കേട്ടോ ഈ പൊസിഷനിൽ. അതിൽ അരാപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അരാപ്പയും അവര് അലിക്കട്ടോ അതെന്തായാലും അതിലുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. അരാപ്പയ്മ നമ്മൾ ചെറിയ കുട്ടീനെ വാങ്ങണോ വലുതിനെ വാങ്ങണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുട്ടീനെ വേണോ വലുതിനെ വേണമെന്ന് നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതാണ്. സിമ്പിളോ ഹലോ എന്താണ് നമ്മൾ വാഴത്തോട്ടം ഗൈസ്. കവുങ്ങും വാഴയും ഒക്കെ ഉണ്ട്. അവിടെ ഒരു വാഴ കുലച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫാമിൽ വെള്ളം അടിച്ച് കഴുകുന്ന എല്ലാ വെള്ളം അടിച്ച് ചാണകം ഒഴിച്ച് ബാക്കിയല്ല, ചാണകം വേറെ സ്ഥലത്തിരുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. വെള്ളം അടിച്ച് കഴിയുന്ന മൂത്രവും പിന്നെ കഴുകിയ വെള്ളവും ഈ ഹോൾ വഴി പോകും. ഈ ഹോൾ വഴി പോയിട്ട് നേരെ ഈ കവുങ്ങും തോട്ടത്തേക്കാണ് വരുന്നത്. ഇതിൽ കൂടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൊടുത്തത് എന്നിട്ട് ആ പൈപ്പ് കൂടെ ഇങ്ങോട്ട് വരും. ഇവിടെ നിന്ന് നേരെ എല്ലാ വാഴകളുടെയും കവുങ്ങുകളുടെയും ചുവട്ടിലേക്ക് പോകും. നമ്മളിവിടെ കെട്ടിർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാവശ്യം ഇവിടെ ആദ്യം ചാലില്ലായിരുന്നു, ആ ചെറിയ ചാല്. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഇതിൽ കൂടെ ആയിരുന്നു ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അവിടം വരെ പോയിട്ടുള്ളതിന്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് വേണ്ടി ഇവിടെ ഒന്ന് കെട്ടിട്ടിട്ട് നിർത്തിയിട്ട് വെള്ളം ഫുള്ള് അങ്ങോട്ട് തിരിച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുകയാണ്. അത് അവിടെ കൂടെ കുറച്ചുകൂടി ഒന്ന് ചെയ്യാനുണ്ട്. അവിടെ വറ്റിച്ചിട്ടിക്കുക കേട്ടോ.
എന്താ വളമിട്ടതിന് ശേഷം ഇംഗ്ലീഷ് വളം ഇംഗ്ലീഷ് വളം കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഈ ചാണകം ഒന്ന് മുക്കി പാർന്നിട്ടുണ്ടായിരുന്നു. ഒച്ച കേൾക്കുമ്പോൾ അവിടെ തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ. കണ്ടോ, തേങ്ങ ഇടുന്നുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ? അതെല്ലാം കണ്ടോ, അവിടെ ഒരാൾ തേങ്ങ ഇടുന്നുണ്ട്. അതാണ് ഒച്ച. ഓക്കെ, അതാണ് നമ്മൾ എല്ലാ കൊല്ലവും ഇംഗ്ലീഷ് വളം കൊടുക്കും കേട്ടോ. ഇംഗ്ലീഷ് വളം ഇങ്ങനെ കിലോനാണോ എടുക്കലെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് വളം എടുക്കുന്നത് നമ്മൾ ഇങ്ങനെ കേട്ടോ, അതായത് ഈ കവുങ്ങിൻ്റെ വായൻ്റെ എണ്ണം പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇംഗ്ലീഷ് വളം ഓർക്ക്. അപ്പം നമ്മൾ അങ്ങനെ കേട്ടോ എടുക്കൽ. തെങ്ങിടുന്നുണ്ട് കേട്ടോ, നല്ല തെങ്ങിടുന്നത്. പൈപ്പ് കൊടുക്കാൻ വേണ്ടി വെള്ളം കുറച്ചും കൂടി എടുക്കണം. അവിടെ പുറത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു മാസം എല്ലാ പൈന് നല്ല വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ കരുതത്തുകൊണ്ട് പിന്നെ നമ്മൾ ചാണകങ്ങളൊക്കെ ഒരു ബക്കറ്റിലോട്ട് ആക്കിയിട്ട് തൂമ്പോലത്തെ സാധനം കൊണ്ട് ബക്കറ്റിലോട്ട് പൊരിയാക്കിയിട്ട് ഇവിടെ കണ്ടിടും. ഇവിടെ നിന്ന് പിന്നെ അതാക്കണം ഇതിൻ്റെ അകത്തിടും. അപ്പോൾ പിന്നെ കൊത്തിക്കളച്ചിട്ട് ഉണക്കും കേട്ടോ. പിന്നെ കേട്ടോ വെയിൽ കിടന്ന് അവിടെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സോളാർ ഷീറ്റ് കേട്ടോ. സോളത്തിന് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. അത്യാവശ്യം 50,000 വില വരുന്നുണ്ട് സോളാർ ഷീറ്റിന്. ഇത് ഉണ്ടായ വേഗം ഉണങ്ങും കേട്ടോ. കണ്ടോ, അവിടെ ആ ചാണകം പിന്നെ കൊത്തിക്കളച്ചിട്ട് ഇപ്രാവശ്യം പണിക്കാരൻ വന്നിട്ടില്ല. എൻ്റെ അറിയില്ല, പണിക്കാരൻ എല്ലാ പ്രാവശ്യം വരലുണ്ട് കുത്തിക്കളയ്ക്കാൻ. ഇപ്രാവശ്യം വന്നിട്ടില്ല. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ കുത്തിക്കളച്ചിടും. ഓക്കെ ഗൈസ്, മാണിക്ക കിടന്ന് കളിക്കുക നമ്മളിവിടെ വന്നപ്പോൾ. മാണിക്ക ഓക്കെ, മാണിക്ക് മറ്റോടത്തേക്ക് പോയിട്ടുണ്ട്. ഇതാക്കണം, പുഷ്പം ബേക്ക് തന്നെ പോകണം. ഇതിനുള്ള പാട്ടുകളാട്ടോ നേരത്തെ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഞാനിപ്പോഴും പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ടേഴ്സ്, അതായത് നമ്മൾ ഈ കോട്ടേഴ്സ് ഉണ്ടാക്കണമെന്നുണ്ട് എല്ലാവരോടും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കോട്ടേഴ്സിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കണമെന്നുണ്ട്, ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. ഇതാണ് നമ്മളെ കോട്ടേഴ്സ്. 2 റൂമാണ് ഉള്ളത്. മേലെ ഒരു പീഡ റൂം ഉണ്ടാകുന്നത് ഞാൻ ഇതിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയറി ചെക്കൗട്ട് ചെയ്ത് തന്നു. പിന്നെ നമ്മൾ മീൻ വളർത്താനായിട്ട് ഇതിനും ഒരു വളമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളു നമ്മളെ ഫാമിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.